നിങ്ങളുടെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണെങ്കിൽ വീഡിയോസിന് കൂടുതൽ വ്യൂസ് ലഭിക്കാൻ തംബ്നെയിൽ, ടൈറ്റിൽ, ടാഗ് ഇവയേക്കാൾ എല്ലാം മുകളിൽ നിൽക്കുന്നത് കണ്ടന്റ് ആണ്. വീഡിയോസിന് കൂടുതൽ വ്യൂസ് ലഭിക്കാൻ വൈറൽ കണ്ടന്റ് അല്ലെങ്കിൽ ട്രെൻഡിങ് കണ്ടന്റിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. വൈറൽ വീഡിയോ ടോപ്പിക് കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോ മൊത്തം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്കറിയാവുന്ന മെത്തേഡ്സ് ആണെങ്കിലും ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ മെത്തേഡ്, യൂട്യൂബ് സെർച്ച് ബാറിലൂടെ നമുക്ക് വൈറൽ ടോപ്പിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ആൽഫബറ്റിക് ഓർഡറിൽ എങ്ങനെ വൈറൽ കണ്ടന്റ് കിട്ടുമെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാൻ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് ഇതിൽ സൈൻ ഔട്ട് ആണ്. ഇനി സെർച്ച് ബാറിൽ എ എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സജഷൻസ് വരും. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ വീഡിയോ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. എ എന്ന ലെറ്ററിൽ ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്ത കീവേഡ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ബി എന്ന ലെറ്റർ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ബി എന്ന് ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ സജഷൻസ് കാണാൻ സാധിക്കും. ബിയിൽ നമുക്ക് സജഷനിൽ ബട്ടർ ഗാർലിക് ചിക്കൻ എന്നൊരു ടോപ്പിക്ക് കാണാം. ഇത് കുക്കിംഗ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിലവിൽ കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് കൊണ്ടാകാം ബിയിൽ ഇത്തരം ഒരു സജഷൻ വന്നത്. നമുക്ക് ബട്ടർ ഗാർലിക് ചിക്കൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയുടെ വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് 1 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ഉണ്ട്. ബാക്കിയുള്ള വീഡിയോസിനെല്ലാം മില്യൺ കണക്കിന് വ്യൂസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നല്ല സെർച്ച് വോളിയം ഉള്ളൊരു കണ്ടന്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ ഒരു ക്വാളിറ്റി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് നേടാനാവും. ഇനി നമുക്ക് ബാക്കിയുള്ള ആൽഫബറ്റിക്സ് കൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സജഷൻസ് ഇവിടെ കാണാം. നിലവിൽ ആളുകൾ സെർച്ച് ചെയ്ത ടോപ്പിക്സ് ആണ് ഇവിടെ കാണുന്നത്. ഇനി എഫ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. എഫ് എന്ന ലെറ്ററിൽ വരുന്ന സജഷൻസ് നമുക്കിവിടെ കാണാം. ഫ്രീ ഫയർ എന്ന കീവേഡ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഫ്രീ ഫയറിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസും സെർച്ചിൽ വന്ന മറ്റ് വീഡിയോസും കാണാം. ഈ വീഡിയോ എല്ലാം സെർച്ചിൽ റാങ്ക് ചെയ്ത വീഡിയോസ് ആണ്. ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടന്റ് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കീവേഡ്സ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് സെർച്ചിൽ റാങ്ക് ചെയ്ത വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസും സെർച്ചിൽ വരാനും കൂടുതൽ വ്യൂസ് നേടാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ ലെറ്റേഴ്സും നമുക്ക് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കും. ഇതിൽ റാങ്ക് ചെയ്ത വീഡിയോസ് കണ്ടുപിടിച്ച് സിമിലർ ആയിട്ടുള്ള വീഡിയോസ് നമുക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആൽഫബറ്റിക് രീതിയിലല്ലാതെ കീവേഡ്സ് ഡയറക്റ്റ് ആയിട്ട് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തും സെർച്ചിൽ റാങ്കിലുള്ള വീഡിയോസ് നമുക്ക് കണ്ടുപിടിക്കാം. കീവേഡ്സ് സെർച്ച് ചെയ്ത ശേഷം സെർച്ച് ബാറിൽ സ്പേസ് അടിച്ച് നോക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ടോപ്പിക്സും നമുക്ക് സജഷനായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇതിൽ അനലിറ്റിക്സ് സെലക്ട് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് കാണുന്ന റിസർച്ച് സെലക്ട് ചെയ്യാം. ഇതിൽ എക്സ്പ്ലോർ ടോപ്പിക്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സെർച്ച് ബാറിൽ നമുക്ക് ആവശ്യമായ ടോപ്പിക്ക് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മൈൻക്രാഫ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ മൈൻക്രാഫ്റ്റ് മലയാളം എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ മലയാളത്തിലുള്ള ടോപ്പിക്സും കീവേഡ്സുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ വേൾഡ് വൈഡ് ആണ് നോക്കുന്നതെങ്കിൽ മൈൻക്രാഫ്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതിയാകും. സെർച്ച് ഓൺ യൂട്യൂബ് എന്നുള്ളത് ഈ ടോപ്പിക്കിൽ കൂടുതൽ സെർച്ച് വന്നിട്ടുള്ളതാണ്. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ആളുകൾ സെർച്ച് ചെയ്ത കീവേഡ്സും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. സെർച്ച് വോളിയം അനുസരിച്ചാണ് ഇതിവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഹൈ സെർച്ച് വോളിയം ഉള്ള കീവേഡ്സ് ഉപയോഗിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഹൈ വോളിയം ഉള്ള കീവേഡ്സ് ലഭിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചാനൽസും അതിലെ ലേറ്റസ്റ്റ് വീഡിയോസും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ നിന്ന് വൈറലായ വീഡിയോയ്ക്ക് സമാനമായ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് കീവേഡ്സ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യാം. കാരണം ഇതിൽ കാണിക്കുന്നതെല്ലാം നല്ല സെർച്ച് വോളിയം ഉള്ള കീവേഡ്സ് ആയിരിക്കും. YT സ്റ്റുഡിയോയിൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ടോപ്പ് സെർച്ചസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ടോപ്പ് സെർച്ചസ് ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം എൻ്റെ ചാനൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പ് സെർച്ചസ് ആണ്. നിങ്ങളുടെ ചാനലിൽ ഏത് കാറ്റഗറി വീഡിയോസ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പ് സെർച്ചസ് ആയിരിക്കും നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ കാണിക്കുന്നത്. ഈ ടോപ്പിക്സ് ഒക്കെ ഉപയോഗിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആക്കിയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കീവേഡ്സിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ടോപ്പിക്സും എല്ലാം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സോങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചസ് കാണാം. യൂട്യൂബ് ഷോർട്സ്,
മണി മേക്കിംഗ്, യൂട്യൂബ് സ്റ്റുഡിയോ, ഓൺലൈൻ ബിസിനസ്, അങ്ങനെ എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട സെർച്ചസും വീഡിയോസും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. വൈറൽ ടോപ്പിക്സ് കണ്ടുപിടിക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ് YT സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൽ ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ഓഡിയൻസ് കാണുന്ന വീഡിയോസും നമ്മുടെ ചാനൽ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചാനൽസും ഇവിടെ കാണാം. ഇതിൽ നിന്നെല്ലാം നമ്മുടെ ഓഡിയൻസ് ഏത് തരത്തിലുള്ള വീഡിയോസാണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. മൂന്നാമത്തെ മെത്തേഡ് ഗൂഗിൾ ട്രെൻഡ് ഉപയോഗിച്ച് കൃത്യമായി നമുക്കെങ്ങനെ വൈറൽ ടോപ്പിക്സ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇത് ട്രെൻഡിങ് ടോപ്പിക്സ് കണ്ടുപിടിക്കാനുള്ള ഗൂഗിളിൻ്റെ ഒരു ടൂളാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഗൂഗിൾ ട്രെൻഡ്സിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഹോം പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൂളിൻ്റെ ആപ്ലിക്കേഷൻ മൊബൈലിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്കിതിൽ മുകളിൽ കാണുന്ന ലൊക്കേഷൻ ഇന്ത്യ അല്ല കിടക്കുന്നതെങ്കിൽ ഇതിൽ നിന്നായിരിക്കും ആ സബ്സ്ക്രൈബേഴ്സും ലഭിച്ചത്. അപ്പോൾ വൈറൽ ടോപ്പിക്സിൽ വീഡിയോ ചെയ്യുന്നത് വീഡിയോ വൈറലാക്കാനും അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് ലഭിക്കാനും സാധിക്കും. നിങ്ങളുടെ ചാനൽ ചെറിയ ചാനൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 3 മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.